പാത്രമംഗലം ജനകീയ കൂട്ടായ്മയുടെ സ്നേഹാഭിവാദ്യങ്ങൾ. ഞങ്ങളുടെ നല്ല അവതരണത്തിന് തടസ്സമായി നിൽക്കുന്ന ശബ്ദങ്ങളും വെളിച്ചങ്ങളും ഒഴിവാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നില്ല. കാരണം അവ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സഹൃദയ സദസ്സിന്റെ ശ്രദ്ധേയമായ വീക്ഷണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രിയമുള്ളവരെ, പഴയ തലമുറയുടെ കൺമുൻപിൽ നിന്ന് കാണെ കാണെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് നാടകമെന്ന് ഞങ്ങൾ പറയാതെ തന്നെ ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണത്. ഒരു നാടിന്റെ സാംസ്കാരിക ബോധ്യങ്ങൾ മാറി മറിയുകയും ലോകം മൊത്തം വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാടിന്റെ അകത്തു നിന്നും പുറപ്പെട്ടു പോയൊരു നാടകത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു നാട്ടുകൂട്ടായ്മയുടെ എളിയ സംരംഭമാണ് ഈ നാടകം. ഇങ്ങനൊരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നു എന്നത് തന്നെയാണ് ഈ നാടകത്തിന്റെ ആദ്യത്തെ വിജയം. മാനുഷിക മൂല്യങ്ങൾ ചോർന്നു പോവുകയും ചിന്തകളും കാഴ്ചകളും മനുഷ്യത്വരഹിതമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചില സ്വപ്നങ്ങൾ വിതച്ചു നോക്കുകയാണ്. കതിരാവാം, പതിരാവാം. ആയിട്ടല്ല, ആശ കൊണ്ടാണ്. 1000 പറയ്ക്ക് നന്മകൾ വിതച്ച ഞങ്ങൾക്ക് ചേറിപ്പാറ്റിയിട്ടത് മുന്നാഴി കനവുകളാണ്. ഏറെ നന്ദിയോടെ, വർദ്ധിച്ച സ്നേഹത്തോടെ ഞങ്ങളത് ഹൃദയം കൊണ്ട് നിങ്ങളിലേക്ക് അളക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ഒരിക്കൽ കൂടി സഹൃദയ സദസ്സിന്റെ ശ്രദ്ധേയമായ വീക്ഷണം അഭ്യർത്ഥിച്ചുകൊണ്ട് പാത്രമംഗലം ജനകീയ കൂട്ടായ്മ നാടകം ആരംഭിക്കുന്നു. മുന്നാഴി കനവ്. ഒരു കാര്യത്തിന് ചെന്നാ ഇതിപ്പോ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇവിടെ നല്ല ഞായറാഴ്ച വരും. അതാണ് ഈ കള്ളത്തിന്. ദൈവമേ, ഈ പണമായിട്ടൊന്നും ഉണ്ടാവില്ലേ? ഗൂഗിൾ പേ ചെയ്യാൻ പറയേണ്ടി വരുമോ? എന്താ എന്തിനാ താപ്പം എടുക്കുന്നത്? എന്തിന്? എന്താ ഞാൻ അറിയാത്ത ആവശ്യം? എല്ലാത്തിനോടും പറയാൻ പറ്റും. ഇപ്പൊ നിന്റെ പഠിപ്പും എല്ലാം നോക്കും ഞാനല്ലേ? അപ്പോ ഞാൻ എല്ലാം അറിയണം. എല്ലാം പറയാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം. പണം തരാൻ എനിക്ക് സൗകര്യമില്ല. ആ താക്കോൽ നിങ്ങളാണ്. എനിക്ക് പണം വേണം. ആവശ്യത്തിനാണെങ്കിൽ നീ എന്നോട് നേരിട്ട് ചോദിക്കുമായിരുന്നു. ഇതെന്തോ അനാവശ്യത്തിനാണ്. അതാണ് നീ മോഷ്ടിക്കാൻ വന്നത്. ഈയിടെയായി പലരും നിന്നെ പറ്റി പലതും എന്നോട് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോ
ഇപ്പൊ വിശ്വസിച്ച് തുടങ്ങിയല്ലേ? ഇന്നലെ വിശ്വാസം ഞാൻ പറയണോ? ഉന്നാരമോൻ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമ ചെയ്തോ? അച്ഛനോട് പറഞ്ഞവർക്ക് തെറ്റിയിട്ടില്ല. ഇതിന്റെയൊക്കെ ലഹരി ആസ്വദിക്കുന്നവനാ അച്ഛാ അച്ഛന്റെ പൊന്നുമോൻ. ഇന്നത്തെ യുവത്വം അങ്ങനെയാണ് അച്ഛാ. അല്ലാതെ ഇതുപോലെ വെറുതെ ഉണ്ടും ഉറങ്ങി. അജി, നീ എത്ര ലാഘവത്തോടാണ് ഈ വിപത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? നിന്നെ ഏറെ പ്രതീക്ഷയോടാണ് ഞാൻ വളർത്തി, നിനക്കറിയാമോ? തുടങ്ങി. അമ്മയില്ലാത്ത കുട്ടീനെ വളർത്തിയത, തള്ളച്ചത്ത തന്നമാരുടെ സ്ഥിരം കഥനകഥ. ദാ, കെട്ടിയോള് ചത്തപ്പോ വേറെ കെട്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. ഇതൊന്നും കേട്ട് എന്നെ മനസ്സ് മാറാൻ പോകുന്നില്ല. എനിക്ക് പണം വേണം. നിനക്ക് ആർമാദിക്കാനല്ല ഞാൻ അധ്വാനിച്ച പണം സമ്പാദിച്ചത്. തരാൻ എനിക്ക് സൗകര്യമില്ല. ആ താക്കോലിങ്ങളാണ്. എനിക്ക് തരാൻ പറ്റില്ല. എനിക്ക് പണം വേണം. കഴിയില്ല. എനിക്ക് പണം വേണം. അത് മാറി നിൽക്കണത്. മാറി നിൽക്കാൻ കഴിയില്ല. പണം ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ? ആർക്കും ഞാൻ കൊണ്ടുവന്നിരിക്കും. ഫോൺ വെക്കണം. ദാ, എനിക്ക് പണം വേണം. മുന്നിട്ട് മാറും. കഴിയില്ല. മംഗളം ഗുരു പേടിയുള്ള കാലഘട്ടത്തിൽ ചായക്കണം അറിയിക്കാനാ. നേരം വെളുത്തുന്ന എനിക്കത് പോലെയാ പരീക്ഷ. അല്ല കാക്ക, നമ്മുടെ വില്ലേജ് ഓഫീസറുടെ ജോലി കൊണ്ടുപോയാ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. അയാളോട് ആറ്റത്തിന് ശത്രുത. അതിനെ ഗോപാലൊക്കെ ഞാനും ആലോചിക്കണേ. വല്ല പേപ്പറും ശരിയാക്കാൻ വില്ലേജ് ഓഫീസിൽ കയറി പ്രാണായി വന്നവരായിരിക്കും. പോയി പോയി വെട്ടും ചുറ്റും കൊലപാതകവും നമ്മുടെ നാട്ടില് നിശ്ചിതമായി. സത്യം. പത്രം തവണ ഇമാതിരിയുള്ള വാർത്തകൾ. അമ്മ മകൻ കൊന്നു, അച്ഛൻ മോനെ കൊന്നു, പിന്നെ ഭാര്യ ഭർത്താവ് കൊല്ലുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നൊരു കഥാപാത്രം ഉണ്ട്, ഭാര്യയുടെ ആൺസുഹൃത്ത്. ഭാര്യയുടെ അത് ഭർത്താവില്ലാത്ത നേരത്ത് രാത്രി കാലങ്ങളിൽ ഭാര്യയുടെ ആൺസുഹൃത്ത്. ആൺസുഹൃത്തുക്കളുടെ എണ്ണം ഇച്ചിരി കൂടുതലുള്ള കഥാനായിട്ടാ. കലികാലം അല്ലാതെ പറയാം. പോലീസ് തലന്ന് പറയുന്നുണ്ടായിരുന്നു ഓടുന്നേട്ടാ. മിക്കവാറും മതി ഇന്നലെ പിടിക്കും. അപ്പൊ വില്ലേജ് വീട്ടിലേക്കില്ലേ അതൊന്നും മുകളിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ശബ്ദം കേട്ട് ചെളി താഴോട്ട് നോക്കിയപ്പോ ആരും മതിൽ ചാടി പെട്ടെന്ന് ഫോൺ കണ്ടു പറഞ്ഞേ. ആരും അതിൽ ചാടിക്കാവുന്ന കാര്യമാണോ നീ പറഞ്ഞത്? കല്ലട സീന് നീ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാരും പോലീസ് ഇപ്പ് കണ്ട ചെകുത്താൻ കുരിശേണ്ട മാതിരി അപ്പന്റെ ഭാവം. പോലീസ് ഇപ്പൊ വേണ്ട, ഞാൻ എന്തിനാണ് പഠിക്കണേ? അല്ലേലും മോഷണം കലേ ഒരു പ്രായമായപ്പോ ഞാനതങ്ങോട്ട് നിർത്തി. ആ എലിയ കലാകാരനെ ഇപ്പോഴും ആ കലയോടുള്ള
നേരെന്താ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുക. അതാണ് എന്റെ ആശാന്റെ പോളിസി. ആ കുന്നത്തെ കിട്ടുന്നില്ല നിന്റെ ആശാൻ. കഴിഞ്ഞ ആഴ്ച പോരെ പറഞ്ഞേ മാല മോഷ്ടിച്ച കേസിലെ ഇപ്പൊ ചെയ്യില്ല. എന്താ അവൻ കൊണ്ട് വന്നേക്കുന്നു. ശീലം തുടരെ വരുന്നില്ലേ? അല്ല നീ എങ്ങനെ കിട്ടുന്നതിന് വയ്യായിരുന്നു? എനിക്ക് രാവിലെ വേറെപ്പിന്റെ അസുഖമുണ്ട്. അല്ലടാ ആ വില്ലേജ് ഓഫീസറെ വന്നപ്പോ ഇതേ കുറിച്ച് വല്ല വിവരം കിട്ടടാ? എനിക്കറിയോ. അപ്പൊ നീ അവിടെ പോയില്ലേ? ഞാനെന്തിനാണ് പോണേ? മാത്രല്ല ശവം കണ്ട ചാകെ തലയിട്ടു. കഴിഞ്ഞ വർഷം കുളത്തിൽ കുഞ്ഞു മരിച്ച കുഞ്ഞന്റെ ബോഡി പൊക്കിയിട്ട് നീയല്ലേ? അപ്പൊ നമുക്ക് ഈ നടത്തിട്ടൊന്നും ഉണ്ടായില്ല. കുഞ്ഞമാരെ കുഞ്ഞമാരെ ഇത് തലക്കടിച്ചു തന്നല്ലേ? അതുപോലെയാണത്. എനിക്കറിയോ. മരിച്ച വില്ലേജ് ഓഫീസറെ മോൻ പറഞ്ഞത് താടി വെച്ച ഒരാള് മതില് ചാടിക്കടന്നു പോയിന്നാ. എന്താ പോലട്ടെ എന്നെ ഇങ്ങനെ നോക്കണേ? ഈ നാട്ടിൽ എനിക്ക് മാത്രമുള്ള താടി നിങ്ങൾക്കില്ലേ? താടി രവിനില്ലേ? ഞാൻ കേട്ട മാതിരി അവിടെ ഇവിടെ ചായ വേണ്ട, ഒരു കോപ്പും വേണ്ട. ആ മരണകാരൻ ഗോപാലേട്ടൻ നിന്ന് കച്ചവടം വളരെ മോശമല്ലേ? എല്ലാരും അവിടെ ഇല്ലേ? അല്ലെങ്കിലും ഒരാഴ്ച കച്ചവടം ഞാനൊന്ന് കൂട്ടാൻ പോകും. കൂട്ട് നാടില്ല. 10-40 വർഷമായി ഞാൻ ഈ സ്ഥാപനം തുടങ്ങി. സ്ഥാപനം ഈ വാട്ടവെള്ളം കണക്കാ പേര് സ്ഥാപനം. ഇതിന് നല്ല ചായ ആ സെന്ററിലെ വർഗീസ് സെന്റർ ചായ ഈ ക്ലാസിന്റെ അകത്തുള്ളപ്പോഴേ എന്റെ തത്ത പപ്പൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവരും പാലോളം കുടിക്കാൻ. എന്നിട്ട് അതും കാണാം. ആ പാൽവെള്ളം കുടിച്ചാ ഞാൻ ഇപ്പൊ എങ്ങനെയായത്? അല്ല എന്താ എന്താ പറഞ്ഞേട്ടോ ചാകര കൂട്ടണേ? അതെ എന്റെ മകൻ എന്നെ അങ്ങ് ലണ്ടനിൽ വിടുക. ഇനിയുള്ള കാലം മക്കളായിട്ട് അവിടെ ലണ്ടനില്ല. നാരായണ ചേച്ചി മരിച്ചിട്ടും നല്ല രീതിയിൽ വളർത്തി ഗോപാലേട്ടൻ മോനെ. ആ സ്നേഹം അവന് തിരിച്ചുണ്ട് ഇല്ലാതിരിക്കോ? പിന്നെ എനിക്ക് പോവാൻ താല്പര്യം. എന്നാലും എന്റെ പേരക്കുട്ടികൾ കൽപ്പിച്ചിട്ട് അങ്ങ് ലണ്ടനില്ല ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും ഗോപാലട്ട പോവാന്ന് പറയുമ്പോ മനസ്സിലൊരു വിഷമം. സത്യം എത്ര വർഷമായി കാലത്ത് ഇവിടെ വന്ന് ഗോപാലേട്ടൻ ഒരു ചായ ചിലപ്പോ അത് 2-3. നമ്മുടെ ഈ സ്ഥാപനം വന്നത് നമ്മുടെ സുലൈമാനാണ്. ഇനി ഇവിടെ ഗംഭീര ഹോട്ടല്, അതില് കുഴിമാന്തി, കുഴിക്കാത്ത മന്തി, മറ്റേ ആ ഗ്രില്ലി ചിക്കൻ, അങ്ങനെ എല്ലാം വരും ഇവിടെ. മോനാ ലഡുതാ സംസാരിക്കേ ഞങ്ങൾ ഇവിടെ പോയിട്ട് തരാം. ഹലോ മോനെ കേക്കാനില്ലേ? നീ എന്നാ വരുന്നത്? ശനിയാഴ്ചയോ? അവർക്ക് കുട്ടികൾക്ക് സുഖമില്ലേ? കുറെ കാലം അവരെ കണ്ടിട്ട് കാണാൻ പറ്റുന്നു. പിന്നെ നീ വന്നിട്ട് തന്നെ വിശേഷം ആരെങ്കിലും പറയട്ടെ. ഞാനെന്തും പറയട്ടെ. നമ്മുടെ വില്ലേജ് ഓഫീസറില്ലേ രവിന്റെ സാറ്, എന്നെ ആരോ തലക്കടിച്ചു കൊന്നു. ഈ നാട്ടിലുള്ള ലോകം പടർന്നു. കാലത്തിന്റെ പോക്കേ ശരിയാണ്.
ഞാനല്ല അയാൾ കൊന്നത്. അന്ന് രാത്രി നീ ആ വീട്ടിൽ പോയിരുന്നില്ലേ? പോയിരുന്നു. എന്തിന്? സത്യം പറയാലോ സാറേ, കക്കാൻ തന്ത്രപരമായി നീ ആ വീട്ടിൽ കയറി. അയാൾ നിന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എന്നറിഞ്ഞ നിമിഷം നീ അയാളെ തലക്കടിച്ചു വന്നു. ഇതല്ല ഉണ്ടായത്. അല്ല, അയാളെ ഒന്നും ചെയ്തിട്ടില്ല. അയാളെ കണ്ടിട്ടില്ല. പിന്നെ ആരാണ് രവീന്ദ്രനെ കൊന്നത്? അത് 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 അയാളുടെ മകൻ തന്നെയാ. ഇനിയെന്നെ തല്ലല്ലേ സാറേ, ഇനിയെന്നെ തല്ലല്ലേ സാറേ, ഇനിയെന്നെ തല്ലല്ലേ സാറേ. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ കണ്ടു? നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു. അപ്പൊ പിന്നെ നിനക്ക് നീ കണ്ണുകളെ വേണ്ട. അല്ലടാ, അല്ലെങ്കിൽ വേണ്ട, നീയെ നിങ്ങളാ പയ്യനെ പിടിച്ച അവനത് തന്നവന്റെ പേര് പറയും. പിന്നെ നിങ്ങൾ അവനെ പിടിക്കേണ്ടി വരും. പിന്നെ അവൻ സാറിന്റെ പേര് പറയും. പിന്നെ സാറിന്റെ മോളിലുള്ള എല്ലാവരും കൊടുക്കും. ആ മയക്കുമരുന്നിന് അടിമയെ പയ്യന് വേണ്ടി എന്നെ നീ പറഞ്ഞത് നേരെ ശ്രീ. ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു മെഗാ ചങ്ങലക്കളിയാ. പണവും രാഷ്ട്രീയവും മയക്കുമരുന്ന് ലോകയും ചേർന്ന് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജീവക്ഷവമായ ഒരു തലമുറയെ ഇവിടെ വാർത്തെടുക്കുന്നു. ചാനലുകൾ അന്തിച്ചർച്ച വയ്ക്കും. പിന്നെ മറ്റൊരു വിഷയം കിട്ടുമ്പോ അവർ അതിന് പുറകെ പോകും. അതോടെ തീർന്നു നിന്റെ കഥ. സോറി ശ്രീനി, ഞങ്ങൾക്ക് ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി നിന്റെ ജീവിതം റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. ഞാനും ഇവിടെ തന്നെ ഉണ്ട്. എന്താ സാറേ കാണണമെന്ന് പറഞ്ഞു? കേസ് അല്പം കോംപ്ലിക്കേറ്റഡാ. മാത്രമല്ല നീ തരാമെന്നേറ്റ തുക ഇതുവരെ മുഴുവനായി തന്നിട്ടുമില്ല. പണം ഇനിയും പണം എത്ര ഞാൻ തന്നു കഴിഞ്ഞു? വല്ല കണക്കുണ്ടോ സാറിനെ? ഇതൊക്കെ വല്ല കണക്കും വെക്കേണ്ട കാര്യമാണോ മോനെ? ആണോ? ഏട്ടപ്പാട് എന്ത് തന്നെയായാലും ഇനിയും പണം തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചോദിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം പണത്തിന്റെ ആവശ്യം എനിക്കാണല്ലോ. തന്റെ പണത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളും തരാമെന്ന് നമ്മൾ തമ്മിൽ കരാറൊന്നുമില്ല. പക്ഷെ നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. നിന്റെ അച്ഛനെ കൊന്നതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയാൽ, അത് മറ്റാരെയും അറിയിക്കാതിരുന്നാൽ നീ എനിക്ക് എന്തും ചെയ്തു തരാമെന്നൊരു വാക്ക്.
കുറെ ഞാൻ തന്നു കഴിഞ്ഞു. ഇനിയും പണം തന്നു സഹായിക്കാൻ എനിക്ക് പറ്റില്ല. ഇത് സഹായമല്ലടാ. സ്വന്തം തന്തയെ കൊന്നതിൽ നിന്ന് നിന്നെ രക്ഷിച്ചതിനെ, അതിനു പകരം മറ്റൊരുത്തനെ കേസിൽ പ്രതിയാക്കിയതിനെ നീ എനിക്ക് ചെയ്തു തരുന്ന പ്രതിഫലം. അതിനുള്ള പ്രതിഫലവും അതിൽ കൂടുതൽ ഞാൻ തന്നു കഴിഞ്ഞു. നിനക്ക് വേണ്ടിയാണ് മറ്റൊരുത്തനെ ഞാൻ കേസിൽ പ്രതിയാക്കിയത്, അവനെ ലോക്കപ്പിലിട്ടത്. ഒടുവിൽ ലോക്കപ്പിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയോ അതോ നിങ്ങൾക്കൊന്ന് കെട്ടിത്തൂക്കിയതോ? എല്ലാം നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയായിരുന്നു. സാറ് സാർ ഇനി വേറെ എരയെ കിട്ടോ നോക്ക്. ചെല്ലു സാറേ. നിന്നെ പോലെ കിട്ടുന്നതെല്ലാം വലിച്ചു കയറ്റുന്ന തലതെറിച്ച നൂജൻ പിള്ളേരുടെ ബുദ്ധിയല്ല, പോലീസിന്റെ ബുദ്ധി. ഇത് കാഞ്ഞ ബുദ്ധിയാ. നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം. സ്വന്തം തത്തയെ കൊന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നീ എന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞതല്ല ഈ മൊബൈലിലുണ്ട്. കണ്ടോ നിനക്ക്? ആ കളി എന്നോട് വേണ്ട സാറേ, എന്നോട് വേണ്ട. ആ ഫോണിങ് തന്നേക്ക്. ആ തെളിവിന് വേണ്ട. ആ ഫോണിങ് തന്നേക്ക് സാറേ. നീ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആരുമില്ലാത്ത വിജനമായ ഈ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നത്. 6 മാസം സസ്പെൻഷൻ, അതുമല്ലെങ്കിൽ 1 വർഷം. ഈ നമുക്ക് ഊരി വെക്കേണ്ടി വന്നാലും പിന്നെ ഞാൻ കൂട്ടും, കൂട്ടിയിരിക്കും. അത് നാൻസി, നമ്മൾ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പണം മേടിക്കാനുണ്ട്. ഇല്ലില്ല, അതിലൊന്നും മാറ്റില്ല. നാളെ തന്നെ അങ്ങോട്ട് തിരിക്കും. എന്താ? ഇല്ല, അത് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഞാൻ ഇട്ട് നോക്കിയപ്പോ നിന്നെ കണ്ടില്ല. ഞാൻ വന്നപ്പോ അച്ഛൻ നല്ല ഉറക്കത്തിലായിരുന്നു. അച്ഛൻ ഉറക്കുന്ന വിളിക്കണ്ടെന്ന് കരുതി. അപ്പൊ പിന്നെ നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി. നല്ല കാര്യം. പിന്നെ നമ്മുടെ വില്ലേജ് അപ്സരമായില്ലേ, അവൻ സ്റ്റേഷനിൽ പോയി സ്വയം കീഴടങ്ങിയെന്ന്. എന്തു പറ്റി? അവന്റെ അച്ഛനെ കൊന്നതും ആ പോലീസുകാരെ കൊന്നതും അവനാണെന്ന്. പിന്നെ എന്തോ മയക്കമരുന്ന് കഴിച്ചിട്ടാണ് സംഭവം എന്ന് പറയുന്നത്.
ഡ്രഗ്സിന് അഡിക്റ്റ് ആയ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. പക്ഷെ മക്കള് വയലിലാവാൻ ഡ്രഗ്സ് അടിക്കണമെന്നില്ല അച്ഛാ. അപ്പൊ ആ ശ്രീനി നിരുടാതിയായിരുന്നു. അതൊരു പാവ അല്ലറ ചില്ലറ മോഷണം ചെയ്യാന്നല്ലാതെ ഒരാളെ കൊല്ലാനുള്ള കരവൊന്നും അവനില്ല. ആ പിന്നെ ഒന്നാമന് കിട്ടാത്ത പോലീസ് കിട്ടിയവനെ കൊണ്ടുപോയി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. പാവം ശ്രീനി. അവന്റെ ഒരു വിധി അല്ലാണ്ട് പറയാ. ആ പിന്നെ എനിക്ക് ഈ നാട്ടുകാരോട് യാത്ര പറഞ്ഞു. ഇനിയിപ്പോ ഇവരുടെ തിരിച്ചു വരുന്നുണ്ടാവില്ലല്ലോ. ഇനി എന്തിന് നമ്മൾ തിരിച്ചു വരണം? നമ്മളെല്ലാം കൊടുത്തൊഴിവാക്കിയതല്ലേ. കുറച്ചു കാലം അച്ഛൻ സ്വസ്ഥമായിട്ടൂടെ? എന്നാലും മനുഷ്യൻ എല്ലാത്തിനും വിഷമടാ. അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ അത് കൊടുത്തപ്പോ എന്തോ വല്ലാത്തൊരു നീതി. ഇനി ഈ വയസ്സുകാലത്ത് ഇതെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തിനാ? അച്ഛൻ സ്വത്ത് വിറ്റ പണമൊന്നും അച്ഛനും അങ്ങ് അനാവശ്യമായി ദുരുപയോഗം ചെയ്യില്ല. എന്താ പോരെ? അച്ഛൻ എന്തിനാടാ സ്വത്തും പണൊക്കെ? എല്ലാം നിനക്കുള്ളതല്ലേ. ഇനി നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അച്ഛനോടൊരു കാര്യം പറഞ്ഞ അച്ഛന് വിഷമാവോ? എനിക്കെന്ത് വിഷമം? നീ പറഞ്ഞോ. അത് നമ്മൾ നാളെ പോകുന്നത് ലണ്ടനിലേക്കല്ല അച്ഛൻ. കുറച്ചു മാസങ്ങൾ അച്ഛനെ കൊണ്ടുപോകേണ്ട പേപ്പേഴ്സ് ഒക്കെ റെഡിയാവുന്നവരെ ഇവിടെ തൃശ്ശൂരിലുള്ള ഒരു അതിഥി മന്ദിരത്തിലേക്കാണ്. മോനെ അച്ഛന് വിഷമല്ലേ? എന്റെ മോൻ എന്ത് പറഞ്ഞാലും അച്ഛൻ സമ്മതം. അച്ഛനെ കൊണ്ടുപോകാൻ പറ്റാത്തതിൽ എനിക്കുമുണ്ട് വിഷമം. പക്ഷേ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം ഇതും എനിക്ക് നേരത്തെ പറയാനില്ലേ. ഞാൻ ഒരുപാട് മോഹിച്ചു. ഈ നാട്ടുകാരോട് കുറെ പൊങ്ങച്ചം വന്നു. ഇനിയിപ്പോ അച്ഛാ നീ എന്നെ ഫോൺ ചെയ്യാതിരിക്കുന്ന ദിവസങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിക്കും നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. ആ തോന്നൽ തെറ്റാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിനക്ക് എന്നോടുള്ള സ്നേഹം കരുതൽ അത് മനസ്സിലായിടാ. അച്ഛനെ കളിയാക്കുകയാണ്. നിന്നെ കളിയാക്കാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല. ആ അതെന്തിനാവട്ടെ, നാളെ നമുക്ക് നേരത്തെ പോകണം. കൊണ്ടുപോകണത് എന്താണെന്ന് വെച്ചാ അച്ഛൻ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കണം. ആ കൊണ്ടുപോകണം. നിന്റെ അമ്മയുടെ ഫോട്ടോ കാണുന്നു. ആ കുടുംബത്തിലേക്ക് വരുമ്പോ അവനും എന്റെ കൂടെ വന്നിട്ടെ. എന്റെ കൊച്ചുമോനെ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച ഫോട്ടോ അവൻ അവളുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ആ ഇനിയിപ്പോ അച്ഛൻ ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. സാഹചര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു മക്കളുടെ സാഹചര്യം മനസ്സിലാക്കാതെ. അതെന്റെ തെറ്റ്. ആ കാലത്ത് നേരത്തെ പോണം. ഇനി ഈ നാട്ടുകാരൻ മുന്നിൽ കോമാളി വേഷം കെട്ടാൻ എനിക്ക് വയ്യ. നിനക്ക് ചായ കുടിക്കണോ? വേണ്ട. വേണം. ഇനി ചായ കുടിക്കണം. അതെനിക്ക് നിർബന്ധ. എനിക്ക് കുടിക്കാം. അടുപ്പത്തിന് ചായ. അച്ഛന്റെ ചായ നിനക്കറിയണോ? ഈ ചായ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ നിനക്കറിയണോ? ഈ ഗ്രാമത്തിന്റെ നന്മയും തിന്മയും കുശുമ്പും കുരുട്ടും എല്ലാം ചേർന്നാണ് ചായ. കുടിക്കണ ചായ. എന്നിട്ട് നീ പറയണം, ഈ നാട്ടുകാരോട് പറയണം, ഗോപാലേട്ടൻ മനസ്സാ വാച അറിയാതെ പറഞ്ഞ ആ നുണയെ കുറിച്ച്, ഗോപാലേട്ടന്റെ ലണ്ടൻ യാത്ര എന്ന ആ വലിയ നുണയെ കുറിച്ച്.
ക്ഷമിക്കണം കർത്താവേ, 5 മണിക്ക് എണീറ്റതായി പൈലി. എല്ലാം ചെയ്ത് ഇവിടെ എത്തിയപ്പോ സമയം 8 മണിയായി. എല്ലാവരെയും വിശ്വസ്തനായി പോയി. അതാ ഞാൻ ചെയ്തത്. എന്ത് ചെയ്യാ? ദേവനല്ലേ? ദാനിയേലച്ചൻ പറഞ്ഞിരുന്നു. ഫാദർ ഇപ്പോൾ എവിടെയല്ലേ? അച്ഛൻ പള്ളിയിൽ പ്രാർത്ഥനയിലാണ്. ഇപ്പൊ വരും. ഗോപാലട്ടൻ ഇരിക്കൂ. എന്റെ പേര് എങ്ങനെ മനസ്സിലായി? ഒരച്ഛനും മകനും ഇന്നിവിടെ വരുന്നു. അവരുടെ പേരും അഡ്രസ്സും എല്ലാം അച്ഛനോട് പറഞ്ഞു. ഫാദർ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു വൈദ്യയെ കുറിച്ച്. കർത്താവ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ഒരാളെ ലോകത്തുള്ളൂ. അതാരാവോ? വൈദ്യന്. അല്ലാതെ കണ്ടോ അച്ഛാ, വൈദ്യൊക്കെ എത്ര സന്തോഷത്തിലാ എവിടെയെന്ന്. ഇവിടെ വരുമ്പോഴുള്ള വിഷമങ്ങളോ 2 ദിവസം കഴിയുമ്പോ ഇവിടുത്തെ സാഹചര്യങ്ങളുമായി ഞങ്ങൾ പൊരുത്തപ്പെടും. അല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ എന്തുട്ട വിഷമൂടെ? എല്ലാ സന്തോഷവും സങ്കടവും അനുഭവിച്ചും ആസ്വദിച്ചും ഇതുവരെ ആയില്ലേ. ഇനി ഈ വയസ്സുകാലത്ത് എന്താ സന്തോഷം? ആയുസിന്റെ കണക്കുപുസ്തകത്തിൽ ആരൊക്കെയാ എവിടൊക്കെയാ ഒരു നിശയില്ല. മോൻ അച്ഛനെ കുറിച്ച് പേടിക്കണ്ട. ഇവിടുത്തെ ഓർഫനേജിൽ ജീവിതം തുടങ്ങും മുമ്പേ അനാഥരായ കുറെ കുട്ടികളുണ്ട്. അവരൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാ ഗോപാലട്ട. അല്ല വൈലി, ഇവിടെ അന്തേവാസികളായിട്ട് എത്ര പേര് കാണും? അത് ഒരു 10-40 പേര് കാണും. പിന്നെ ഇവിടുത്തെ ഓർഫനേജില് ഒരു 20 കുട്ടികളും. അല്ല വൈലി, അച്ഛന് കാണാനില്ലോ. അച്ഛൻ വന്നിട്ട് വേണം ഈ അച്ഛനെ ഇവിടെ ആക്കിയിട്ട് ഈ മോനെ പോവാൻ. എന്താ അച്ഛാ, ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ തിരക്കുണ്ടെന്ന്. അത് നിങ്ങൾ പറഞ്ഞില്ലേലും ഞങ്ങൾക്ക് മനസ്സിലാവും. മക്കളുടെ തിരക്ക്. എന്റെ മക്കൾ വരുമ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട്, വേഗം പോയിക്കോളാൻ. എന്തിനാ അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നത്? അല്ല അപ്പോ പള്ളിക്ക് മക്കള് 3 പെൺമക്കള് 3 എണ്ണത്തിനും കെട്ടിച്ചു. ഇപ്പൊ അവർക്ക് കുടുംബം കുട്ടികളൊക്കെ ആയപ്പോ ഞങ്ങളെ നോക്കാൻ ചെറിയൊരു കഴിവ്. മൂത്തവള് അവൾ എന്നെ നോക്കാം. ഇളയവള് ആരെ നോക്കാൻ? ഭാര്യ നോക്കാൻ. ഈ വയസ്സുകാലത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും പിരിഞ്ഞിട്ട് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഉള്ള ആൾക്കാർക്ക് വിറ്റ് ഇറക്കി അവർക്കുള്ളതും കൊടുത്ത് കുറച്ച് ഇവിടെയും കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അല്ല അപ്പൊ പൈലിയുടെ ഭാര്യ ഇപ്പൊ കൂടെയുള്ളൂ? 3 വർഷം മുന്നേ കർത്താവ് വിളിച്ചു. അവൾ അങ്ങോട്ട് പോയി. നമുക്ക് പോവാൻ പറ്റില്ല കൂടെ. എന്തോ അച്ഛാ? അച്ഛൻ വിളി തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഈ പൈകി തന്നെ വേണം. എന്ത് ചെയ്യാം? എല്ലാവരെയും വിശ്വസ്തനായി പോയില്ലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അച്ഛൻ ഇപ്പൊ വരും. അല്ല പൈലി, ഞാനെന്താ നോട്ടെ? ആ പോന്നോ. ഇല്ല, കുറച്ച് സമയം. അച്ഛൻ നല്ല മുഖം. പക്ഷേ എത്ര ആലോചിച്ചു പിടുത്തം എടുക്കില്ല. അങ്ങനെ വരാൻ വഴിയില്ല ഫാദർ. ഫാദർ ആളെ തെറ്റിയത്. ആവാം, വയസ്സായില്ലേ. വാർദ്ധക്യം ഈ ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും ബാധിച്ചു തുടങ്ങി. അല്ല, അച്ഛനെ ഇവിടെ താമസിപ്പിക്കാൻ തോന്നാൻ കാരണം? ഫാദർ, ഞാനും കുടുംബവും വിദേശത്താണ്. വേറെ ജോലി തിരക്ക്, മക്കളുടെ വിദ്യാഭ്യാസ ശ്രദ്ധ, അതിനിടയിൽ അച്ഛനും കൂടി വന്ന അത് ശരിയാവില്ല ഫാദർ. കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായും. അതുപോലെ തന്റെ കാര്യങ്ങളിലും ഒരുപാട് ശ്രദ്ധിച്ചിരുന്നല്ലേ ആ മനുഷ്യൻ? അയ്യോ ഫാദർ, അച്ഛനോട് എനിക്ക് സ്നേഹമില്ലതല്ല, എന്റെ ഇപ്പോഴത്തെ സാഹചര്യം. സാഹചര്യം, സമയമില്ലായ്മ. സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ സാഹചര്യവും സമയവും താനേ വന്നു ചെയ്യും. പക്ഷെ എന്തോ പുതിയ തലമുറയ്ക്ക് കൈമോശം വന്നതും അതാണ്, സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്. അയ്യോ ഫാദർ, എന്നെ കുറിച്ച് ഹേയ്, ഞാൻ പൊതുവെ പറഞ്ഞതാ. ഒറ്റപ്പെടലിന്റെ ദുഃഖം ഇവിടെ വരും വരെയുള്ളൂ. പിന്നെ എല്ലാം മാറും. മകന് സമാധാനമായിട്ട് പോകാം. അച്ഛൻ ഇവിടെ എന്നും സന്തോഷവാനായിരിക്കും. വൈലി, ആ രജിസ്റ്റർ ബുക്ക് എടുത്തോളൂ. ഇതല്ലേ അച്ഛോ? അതെ, സൈൻ ചെയ്തു. ശരി അച്ഛോ. എല്ലാത്തിനും ഞാൻ തന്നെയാണ്. എന്ത് ചെയ്യാം? എല്ലാവരും വിശ്വസ്തനായി പോയില്ലേ. തരൂ പൈലി. എല്ലാം വായിച്ചു നോക്കി
വിശദമായി ഒപ്പിട്ടാ മതി. പണ്ട് രക്ഷിതാക്കള് കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോ നമ്മുടെ കുട്ടികള് പഠിച്ച് മിടുക്കരാവണേന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇടുന്നൊരു ഒപ്പില്ലേ, അതുപോലെ സ്വന്തം അച്ഛന് ചാവണ വരെ കുടിക്കാൻ വെള്ളം കിട്ടണേന്ന് പ്രാർത്ഥിച്ച് ഇട്ട് സാറേ ഒരു വലിയ ഒപ്പ്. ഈ ഒപ്പിട്ട് പോയാൽ നിങ്ങളുടെ പിടുത്തം വിട്ടു. പക്ഷേ വേണ്ടപ്പെട്ടവരെ കാത്തിരിക്കുന്ന ഇവിടെയുള്ളവരുടെ കണ്ണിലെ നിസ്സഹായാവസ്ഥ ഈ പൈലി പോയി കണ്ടുണ്ട് സാറേ. വലിയ രക്തപ്പൊടി നല്ല പനി, മെഡിസിൻ എടുത്തു കൊടുത്തു. ശരി അച്ചു. ദേവൻ, ഞാൻ തന്റെ അച്ഛനുമായി സംസാരിച്ചു. അച്ഛന് ഭയങ്കര മോഹം തന്നോടൊപ്പം വരാൻ, തന്റെ കുട്ടികളോടൊപ്പം താമസിക്കാൻ. എനിക്കിപ്പോ അച്ഛനെ കൊണ്ടുപോകാൻ കഴിയില്ല ഫാദർ. അച്ഛനോട് സംസാരത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. തന്നെയും തന്റെ മക്കളെയും ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ എന്റെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും ഫാദർ, അച്ഛനെ കാണാൻ. അത് ഇവിടെ നിന്ന് പോകുമ്പോ എല്ലാവരും പറയുന്നു സ്ഥിരം പല്ലവി. തന്റെ അച്ഛനെ ഒരു മുഖപരിചയമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തന്റെ അച്ഛൻ തന്റെ പേരക്കുട്ടികളോട് പറയാൻ ഒരു കൊച്ചു കഥ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ആ കഥ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കൊണ്ട് എന്നോട് പറഞ്ഞു. ഏത് കഥ ഫാദർ? കഥാപാത്രങ്ങളുടെ പേര് പറയാൻ മറച്ചു വെച്ചൊരു കഥ. 40-40 വർഷങ്ങൾക്ക് മുൻപ് കുട്ടികളില്ലാത്ത ഒരു ദമ്പതി ഇടയ്ക്കിടയ്ക്ക് ഒരു അനാഥാലയം സന്ദർശിക്കുമായിരുന്നു. അവിടുത്തെ മക്കൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കും. ഒരു ദിവസം അവരവിടുത്തെ ഫാദറോട് ചോദിച്ചു, ഫാദർ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന്. ഞങ്ങൾ അവനെ മകനായി വളർത്താം, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുമെന്ന്. ഒടുവിൽ അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് ആ ഫാദർ രാത്രി ഈ തിരുരൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവർ അവന്റെ ചെവിയിൽ പേരും മന്ത്രിച്ചു, ദേവൻ. ആ ക്രിസ്മസ് രാത്രി പാപ്പയും കുട്ടികളും മാടി തിമർത്ത ആ രാത്രി ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് അവർ ഈ പടി കടന്നു പോയി. ആ രാത്രി ഇന്നും ഈ വയസ്സകത്തിന്റെ കളിയിൽ മായ നിൽക്കുന്നു ദേവൻ. ഫാദർ പറഞ്ഞ ഈ കഥയിലെ കുഞ്ഞിന്റെ വേഷം ഇന്നാളുള്ളത് ഈ ഞാനല്ലേ, ഈ ദേവനല്ലേ ഫാദർ? അതെ, അത് താങ്കൾ തന്നെയാണ്. അച്ഛോ, ഈ കഥ എന്തിനാച്ചോ ഇപ്പൊ ഇവിടെ പറഞ്ഞു? അന്ന് കൈ പിടിച്ചു കൊണ്ടുപോയ കൈകൾ ഇന്ന് തിരിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നതിൽ കൊണ്ടുപോകട്ടെ എന്ന് കരുതി. വാർദ്ധക്യത്തിന്റെ മനസ്സ് കുട്ടിത്വത്തിൻ്റെതാണ്. നിങ്ങളെ നിശ്ചയിക്കണം, ചുംബിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മനസ്സ് കാൽവള്ളയിൽ ഉമ്മ വെച്ചും നെഞ്ചിൽ ചേർത്ത് ഉറക്കുകയും കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയ ഈ അച്ഛനെ തനിക്ക് കൊണ്ടുപോയിക്കൊള്ളൂ ദേവൻ. കാരുണ്യം എരഞ്ഞു വാങ്ങണമെന്നല്ല അച്ചു. നടന്നു പോകുന്നൊന്നും കിടന്നു കാണാൻ കഴിയില്ല അച്ചു. വാർദ്ധക്യം പരിഹാസിക്കപ്പെട്ടതല്ല. ഇങ്ങനെ വിട്ടേക്കച്ച. പാമ്പ് കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുത്. ആരും മോഹിക്കരുത്. നിങ്ങൾക്ക് വേണം ചായ, നിങ്ങൾക്ക് വേണം ചായ, നിങ്ങൾക്ക് വേണം ചായ, നിങ്ങൾക്ക് വേണം ചായ. അച്ഛോ, അച്ഛനാണ് ചായ. ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറകൾ വിതയ്ക്കുന്നില്ല. ഗോപാല, നീയാണോ ശരി? ഞങ്ങളുടെ ഈ കൊച്ചു കലാസൃഷ്ടി നിങ്ങൾ ആസ്വദിച്ചു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്
നാടകരചന ശ്രീ മണികണ്ഠൻ പാത്രമംഗലം. അദ്ദേഹം തന്നെയാണ് ഇതിലെ ഫാദർ ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. ചായക്കടക്കാരൻ ഗോപാലേട്ടൻ ശ്രീ ടി കെ രാജൻ. അജി മിഥുൻ പ്രണവം. ശ്രീനി ധനേഷ് കെ വി. ദാസൻ കൃഷ്ണപ്രസാദ്. വില്ലേജ് ഓഫീസർ ശരത് കുമാർ. പൈലി ജോബി. ദേവൻ ജോമി. പോലീസുകാരൻ അനിൽ വിയൻ. ഈ നാടകത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതിന്റെ ദീപ നിയന്ത്രണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ സൂരജ് ഷൊർണൂർ. പശ്ചാത്തല സംഗീത നിയന്ത്രണം ശ്രീ ശബരീഷ് ഗുരുവായൂർ. രംഗപടം ശ്രീ ഹരി കരിയന്നൂർ. മേക്കപ്പ് ശ്രീ കണ്ണൻ തുരുത്ത്. രംഗമൊരുക്കിയവർ ശ്രീ അഭി, ശ്രീ സുനിൽ, ശ്രീ സുമേഷ്, ശ്രീ നന്ദകുമാർ. ഒപ്പം ജനകീയ കൂട്ടായ്മ പ്രവർത്തകരും. ഈ നാടകത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗത്ത് വന്നത് ശരത് കുമാറിന്റെ ഭാര്യ പ്രതിഭ, അവരുടെ കൊച്ചുമകൻ അഗ്നയ്, വിജീഷ്. ഈ നാടകത്തിന്റെ സംവിധാനവും സാക്ഷാത്കാരവും നിർവഹിച്ചിരിക്കുന്നു